ഒറ്റ ടാബ്ലറ്റ് കഴിച്ചാൽ നിങ്ങൾക്ക് ഒരു രാത്രി നല്ലപോലെ ബന്ധപ്പെടാൻ പറ്റുന്നതും നല്ലപോലെ ടൈമിംഗ് കിട്ടുന്നതും ഉദാഹരണം കിട്ടുന്ന ടാബ്ലറ്റ് ആണ്. ഒരുപാട് പേഷ്യൻസിന് അവർ ലൈഫ് തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ടാബ്ലറ്റ് ആണ്, അല്ലെങ്കിൽ തിരിച്ചു കൊടുത്തിട്ടുള്ള ടാബ്ലറ്റ് ആണ് ഈ ഇൻഫിനിറ്റി ഡ്രൈവ് വരുന്നത്. ഷുഗർ പേഷ്യൻസിനാണ് ഏറ്റവും കൂടുതൽ ഉദാഹരണ വൈകല്യങ്ങൾ നമ്മൾ പ്രസന്റ് കാണിക്കുന്നത്. 80 വയസ്സോ അല്ലെ 60-70 വയസ്സിലൊക്കെ നമ്മൾ ഈ ലൈംഗികത നല്ലപോലെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 30 വയസ്സ് മുതൽ നമ്മൾ ചെയ്തു തുടങ്ങേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോൺവോ ഹെൽത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിത് കണ്ടോ, ഇൻഫിനിറ്റി ഡ്രൈവ്. ഒരുപാട് ആളുകൾക്ക് ഉദാഹരണ പ്രശ്നവും ശീഘ്രസ്ഖലനവും സ്റ്റാമിനയുടെ പ്രശ്നവും ടൈമിംഗ് ഇല്ലാത്ത പ്രശ്നമൊക്കെ സിമ്പിളായിട്ട് മാറ്റി കൊടുത്തതാണ്. ഇത് വെറും ഒറ്റ ടാബ്ലറ്റ് കഴിച്ചാൽ നിങ്ങൾക്ക് ഒരു രാത്രി നല്ലപോലെ ബന്ധപ്പെടാൻ പറ്റുന്നതും നല്ലപോലെ ടൈമിംഗ് കിട്ടുന്നതും ഉദാഹരണം കിട്ടുന്ന ടാബ്ലറ്റ് ആണ്. ഇതെന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് ഡോക്ടറോട് തന്നെ നമുക്ക് ചോദിക്കാം. കാരണം ഒരുപാട് പേഷ്യൻസിന് അവർ ലൈഫ് തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ടാബ്ലറ്റ് ആണ്, അല്ലെങ്കിൽ തിരിച്ചു കൊടുത്തിട്ടുള്ള ടാബ്ലറ്റ് ആണ് ഈ ഇൻഫിനിറ്റി ഡ്രൈവ് വരുന്നത്. ഡോക്ടർ എക്സ്പീരിയൻസിൽ എന്തായിരുന്നു ഈ ഒരു ഇൻഫിനിറ്റി ഡ്രൈവ് കഴിച്ച സമയത്ത് നമ്മുടെ പേഷ്യൻ്റ് ഉണ്ടായിരുന്ന മാറ്റം? ഇപ്പോൾ നമ്മൾ ഇൻഫിനിറ്റി ഡ്രൈവ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടാബ്ലറ്റിനകത്ത് നമുക്ക് കൂടുതലായിട്ടും അശ്വഗന്ധ, അമുക്കുരം വരുന്നുണ്ട്, ഞെരിഞ്ഞിൽ വരുന്നുണ്ട്. അപ്പം അത്തരം മെഡിസിൻസ് ഒക്കെ തന്നെയാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ഇത് കഴിച്ച സമയത്ത് അവരിൽ ആ നഷ്ടപ്പെട്ട ഉദാഹരണം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടീഷനും കൂടി നോക്കണം. എല്ലാ കേസുകളിലും നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പ്രോസ്റ്റേറ്റിന്റെ ബുദ്ധിമുട്ട് കാരണം ഉദാഹരണ പ്രശ്നങ്ങൾ വരുന്ന ആളുകളുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ അവർക്ക് പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നം ക്ലിയർ ചെയ്യുക, അതിൻ്റെ കൂടെ നമ്മൾ ഈ മെഡിസിനും കൂടി കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പം ഉദാഹരണ പ്രശ്നത്തിന് അല്ലെങ്കിൽ ഉദാഹരണ വൈകല്യങ്ങളിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പം എല്ലാ പ്രായക്കാർക്കും ഈ പ്രശ്നം വരുന്നുണ്ട്. ചെറിയ കുട്ടികൾ, അതായത് 20+ നിൽക്കുന്ന ആളുകളിലൊക്കെ തന്നെ ഈ പ്രശ്നം കാണുന്നുണ്ട്. പ്രായം എത്തിയ ആളുകളിൽ കാണിക്കുന്നുണ്ട്, മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഉദാഹരണ വൈകല്യങ്ങൾക്കുള്ള റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഡോക്ടറെ അടുത്ത് ഒരുപാട് പേഷ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഈ ഉദാഹരണ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. മെയിൻ ആയിട്ടും ഏത് ടൈപ്പ് ഓഫ് കേസ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഉദാഹരണം വരുന്നത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് അസുഖങ്ങൾ എന്താ, കാരണം ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും എന്തെങ്കിലും ഉദാഹരണം മാത്രമായിട്ട് വരില്ല. അതെന്തായിരുന്നു മാം കണ്ടതിൽ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഏതിനെ റിലേറ്റ് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? ഇപ്പം നമ്മൾ പറഞ്ഞ ഇതിൽ ഉദാഹരണ വൈകല്യങ്ങളിൽ തന്നെ ഉദാഹരണം ഇല്ലാത്ത സ്റ്റേജിൽ ആളുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഉദാഹരണം ചെറിയ രീതിയിലുണ്ട്, പക്ഷെ പെട്ടെന്ന് അത് നഷ്ടപ്പെടുന്നു എന്നുള്ള കണ്ടീഷനായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ശീഘ്രസ്ഖലനം, ഇത് 3 ഉദാഹരണ വൈകല്യങ്ങളാണ്. അപ്പൊ ഇത് 3 വരാൻ റീസൺസ് പല അസുഖങ്ങളുണ്ട്. ഇപ്പം ഒരു 90% പേഷ്യൻസും വരുന്നത് ഡയബറ്റീസ് ആയിട്ടാണ്. ഷുഗർ പേഷ്യൻസിനാണ് ഏറ്റവും കൂടുതൽ ഉദാഹരണ വൈകല്യങ്ങൾ നമ്മൾ പ്രസന്റ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം കൊളസ്ട്രോൾ കൂടി നിന്നാലും BP കൂടി നിന്നാലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോസ്റ്റേറ്റിന്റെ കംപ്ലയിൻസ് ഉണ്ടെങ്കിലും, ഇപ്പോൾ ഹോർമോൺസ് ഒക്കെ കുറഞ്ഞു പോകുന്ന, ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസ് കുറഞ്ഞു പോകുന്ന കണ്ടീഷൻസ്, അങ്ങനെയുള്ള അസുഖങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഉദാഹരണ പ്രശ്നങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പം ഒരു വെയിറ്റ് കൂടിയ ഒരു വ്യക്തിനെ എടുത്ത് നോക്കുക, പക്ഷെ ആളിൽ കൊളസ്ട്രോൾ ഒന്നുമില്ല, ഡയബറ്റീസ് ഇല്ല, പക്ഷെ ആളിലും ഉദാഹരണ പ്രശ്നം കാണിക്കുന്നുണ്ട്. ശരീരത്തിൽ കൊഴുപ്പ് കൂടുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ സർക്കുലേഷനിൽ, രക്തയോട്ടത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഉദാഹരണ വൈകല്യങ്ങൾ കാണിക്കാറുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഷുഗറുള്ള ആളുകൾക്ക്, കൊളസ്ട്രോൾ ആളുകൾക്കൊക്കെ ഇത് വരാറുണ്ട് എന്നുള്ളത്. ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതാണോ ഇതിനൊരു മെയിനായിട്ട് കാരണം വരുന്നത്, അല്ലെ അതന്നെ വേറൊരു അസുഖം തന്നെയാണ് ഈ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നത്? അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഷുഗർ പേഷ്യൻസ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ എല്ലാം തന്നെ എന്താണ്, ഒരു ബ്ലോക്ക് പോലെയാണ് അവരുടെ ബ്ലഡ് വെസൽസിലൊക്കെ ഫോം ചെയ്യുക, ഒരു പ്ലേക്ക് ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രോപ്പറായിട്ട് രക്തയോട്ടം ഉണ്ടാവുന്നില്ല. അപ്പോൾ അതാണ് ശരിക്കും ഉദാഹരണ പ്രശ്നത്തിലോട്ട് ലീഡ് ചെയ്യുന്നത്. പിന്നെ ഫിസിക്കൽ കണ്ടീഷൻസ് മാത്രമല്ല, സൈക്കോളജിക്കൽ പ്രോബ്ലംസും ഉദാഹരണ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ബോഡി എന്താണെങ്കിലും ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്ത് ടെൻഷൻസ്, അല്ലെ സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ എന്ത് വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങൾ വരെ ആളുകളിൽ ഉദാഹരണ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പല ഡോക്ടർ എന്താ പറഞ്ഞു, പല 3 കണ്ടീഷൻസിലാണ് നമുക്ക് ഈ ലൈംഗിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലിംഗത്തിൻ്റെ ആയിട്ട് പ്രശ്നം ഉണ്ടാവാറുള്ളത്. അതായത് ഒന്ന് വളരെ ഉദാഹരണം കുറഞ്ഞിട്ടുള്ള ആളുകൾ, പിന്നെ ഉദാഹരണം ഉണ്ടായിരുന്നു പിന്നെ നശിച്ചു തുടങ്ങിയ ആളുകൾ, പിന്നെ ശീഘ്രസ്ഖലനം. ഇത് 3നും ഒരേ റീസൺ തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ അപ്പോൾ ശീഘ്രസ്ഖലനം പലപ്പോഴും പല രൂപത്തിൽ വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അവിടെ ശരിക്കും ഈ ശീഘ്രസ്ഖലനം ഉണ്ടാവുന്നുള്ളൊരു കാരണം? ശീഘ്രസ്ഖലനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്, ചില ആളുകളിൽ നമ്മൾ എടുത്തു നോക്കുന്നുണ്ടെങ്കിൽ അവരൊരു അഡോളസെൻ്റ് ഏജ്, അവർ ഈ പ്രായപൂർത്തിയാവുന്ന ആ ടൈം മുതൽ അവർക്ക് ഈ ഒരു ശീഘ്രസ്ഖലനം ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിൽ നമുക്ക് വലിയൊരു ചേഞ്ചസ്, ഇപ്പം നമ്മൾ മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാവാറില്ല. പക്ഷെ അത് സഡൻ ആയിട്ട് ഇൻ ബിറ്റ്വീൻ, ഇപ്പം ഒരു BP കൂടി, അത്
കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ അവർക്ക് ശീഘ്രസ്ഖലനം വന്നു, അല്ലെങ്കിൽ അറ്റാക്ക് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ശീഘ്രസ്ഖലനം വന്നു, അങ്ങനെ പറയാറുണ്ട് ചില ആളുകൾ. അപ്പം അതൊക്കെ നമുക്ക് ഇപ്പം മെഡിസിൻസിലൂടെ ആണെങ്കിലും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ റീസൺസ് എന്ന് പറയുന്നത് അസുഖത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ആളുകളുടെ ബോഡി കുറച്ച് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, ഹീറ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ആവുന്ന ചില ബോഡികളുണ്ട്. അപ്പം അത്തരം ആളുകളിൽ പെട്ടെന്ന് തന്നെ ശുക്ലം പുറത്തോട്ട് വരും. അതൊരു കണ്ടീഷനാണ്. അതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ചൂട് കൂടുതൽ ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? അപ്പോൾ അവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അവരിതൊരു പക്ഷേ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ അവർ നന്നായിട്ട് ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നവരായിരിക്കും. ഈ മസാലകളുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഏത് നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാലും, മത്സ്യം ഒഴിച്ച് ബാക്കി ഏത് നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാലും ബോഡിയിൽ കുറച്ച് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഹീറ്റും ഈ പറഞ്ഞ പോലെ ബോഡി ടെമ്പറേച്ചർ കൂട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് അവർ കൺട്രോൾ ചെയ്യണം. നോൺ വെജ് കൂടുതൽ കഴിക്കുന്നത് കൺട്രോൾ ചെയ്തിട്ട് കൂടുതൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അനാർ പോലുള്ള ഫ്രൂട്ട്സുകളൊക്കെ ധാരാളമായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ കുക്കുംബർ അത്യാവശ്യം വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് ആണ്, വാട്ടർമെലൺ ഒക്കെ, അതൊക്കെ നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഓക്കെ, ഇപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ ശീഘ്രസ്ഖലനത്തിന് നമുക്ക് ചില ആളുകൾക്ക് അതേ ഉള്ളതാണെന്ന് മാറ്റാൻ പറ്റില്ല, പക്ഷേ ചില കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത്. ഇപ്പം ഡോക്ടർ എക്സ്പീരിയൻസിൽ എന്താണ് ശരിക്കും നമുക്ക് ഇവർക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക? ഇപ്പോൾ ശീഘ്രസ്ഖലനം പോലുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് കുറച്ചും കൂടി അവർക്ക് ബെറ്റർ ആയിട്ട് ഈ പെൽവിക് മസിൽസ് ഒന്ന് സ്ട്രെങ്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ ക്യൂർ ആവാറുണ്ട്. പ്രത്യേകം നോക്കുകയാണെങ്കിൽ യങ്സ്റ്റേഴ്സിനൊക്കെ 25-30 റേഞ്ചിലൊക്കെ കിടക്കുന്ന ആളുകൾക്ക് നമ്മൾ ജസ്റ്റ് കീഗൽ എക്സസൈസ് പറഞ്ഞു കൊടുക്കും. ഈ കീഗൽ എക്സസൈസ് ചെയ്തിട്ട് അവർക്ക് മാറ്റം വരുന്നുണ്ട്. പിന്നെ അവർക്ക് കൂടുതൽ കാലം മെഡിസിൻസ് ഒന്നും കഴിക്കേണ്ടി വരുന്നില്ല. അപ്പം അത് ജസ്റ്റ് എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ ഈ ബോഡി ടെമ്പറേച്ചറൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ഹാബിറ്റ്സ് ചേഞ്ചസ് വരുത്തുക എന്നുള്ളത്, നല്ലൊരു ഡയറ്റും കാര്യങ്ങളും വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ വെയിറ്റ് കൂടുന്ന സമയത്ത് ഈ പറഞ്ഞ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. വെയിറ്റ് കുറയുമ്പോൾ നല്ല ചേഞ്ചസ് വരാറുണ്ട്. അങ്ങനെ ഓരോരോ പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് കൺസൾട്ടേഷൻ എടുത്തിട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ പറഞ്ഞു കൊടുക്കും. ഓക്കെ, അതായത് നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ പുറത്തുള്ള ആളുകളോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. നമ്മളെ ബാക്കി ഡോക്ടറെ കൺസൾട്ടേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇൻഫിനിറ്റി ഡ്രൈവിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പം ഡോക്ടർ പറഞ്ഞല്ലോ, ഇപ്പം നമ്മളെ ഹാബിറ്റ്സ് ആണ് മെയിനായിട്ട് നമ്മളൊരു ഈ ഉദാഹരണ പ്രശ്നമായിക്കോട്ടെ ശീഘ്രസ്ഖലനമായിക്കോട്ടെ അതിന് കാരണമാകുന്നുള്ളത്. ഇപ്പം പല ആളുകളും പണ്ടത്തെ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു 70-80 വയസ്സായാലും അവർക്ക് ഇപ്പോഴും അവർ യങ് ആണ്, അവർക്ക് എന്ത് ചെയ്യും പറ്റുന്നുണ്ട്, ഇപ്പം ലൈംഗികപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, അവർ ഫുള്ള് ഹാപ്പിയാണ്, അവരെല്ലാ കാര്യങ്ങളും നടക്കുന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ യങ് ജനറേഷനെ നോക്കുന്ന സമയത്ത് അവർക്ക് 40 വയസ്സാകുന്ന സമയത്തും, ഞാൻ പല ഡോക്ടേഴ്സായിട്ട് സംസാരിക്കുന്ന സമയത്ത് പറയുന്നതാണ് 40 വയസ്സ് കഴിയുമ്പോഴേക്ക് തന്നെ ഈ ഉദ്ധാനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, ശീഘ്രസ്ഖലനത്തിൻ്റെ പ്രശ്നം ഉണ്ടാവാറുള്ളത്. ശരിക്കും ഈ 80 വയസ്സോ അല്ലെങ്കിൽ 60-70 വയസ്സിലൊക്കെ നമ്മൾ ഈ ലൈംഗികത നല്ലപോലെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 30 വയസ്സ് മുതൽ നമ്മൾ ചെയ്തു തുടങ്ങേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് ആളുകൾക്ക് കുറേ ഹാബിറ്റ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ പുകവലി, മദ്യപാനം, ഇതൊന്നും അവർ ആദ്യത്തെ സ്റ്റേജുകളിൽ അവർ പുകവലിക്കുന്ന സമയത്തൊന്നും അവർക്ക് പ്രശ്നം വരുന്നില്ല. പക്ഷെ പുകവലി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ശീഘ്രസ്ഖലനത്തിന് വലിയൊരു കാരണമാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് സ്മോക്ക് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വെസൽസിനകത്തുള്ള ടെമ്പറേച്ചർ കൂടുകയും പെട്ടെന്ന് അത് ചുരുങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ബോഡി വെയിറ്റ് കൂടുന്നത് വലിയ പ്രശ്നമാണ്. അപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു പേഷ്യൻറ്റ് സെയിം ഈ ഒരു ഇറക്ഷൻ പ്രോബ്ലം ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ ആൾക്ക് നമ്മൾ മെഡിസിൻസ് കൊടുത്ത സമയത്ത് ചേഞ്ചസ് വന്നു, പക്ഷേ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മാറ്റം വന്നില്ല. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ആളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഹിസ്റ്ററി ഒക്കെ എടുത്ത സമയത്ത് നന്നായിട്ട് ഔട്ട്സൈഡ് ഫുഡ് കഴിക്കുന്നുണ്ട്, ഫാസ്റ്റ് ഫുഡ് നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്ത് ആൾക്ക് ഈ മെഡിസിൻ കൂടി ആയപ്പോൾ ആളുടെ പ്രശ്നം 90% ക്യൂർ ആയി എന്നാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. ആൾ നല്ല ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം 25 വയസ്സുള്ള ആളുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഷുഗർ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ കാണുന്നുണ്ട്. എല്ലാവരും തന്നെ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൺട്രോൾ ചെയ്യുക. പിന്നെ ഈ പറയുന്ന ഇപ്പോഴത്തെ പാക്കേജ്ഡ് ഫുഡുകൾ അല്ലെങ്കിൽ കൂടുതൽ കെമിക്കൽസ് ഉള്ള ഫുഡുകളൊക്കെ കോസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഹോർമോൺസിനെ കുറയ്ക്കുക എന്നുള്ളത്. ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസ് ഒക്കെ നന്നായിട്ട് കുറയുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ വന്നിട്ട് പറയുന്നത് ഹെയർ ഫോൾ ഉണ്ട്, പെട്ടെന്ന് മസിലൊന്നും അങ്ങ് തൂങ്ങിപ്പോകുന്നു, മസിൽ അത്ര ഒരു സ്ട്രെങ്തനിങ് കിട്ടുന്നില്ല, അതുപോലെ തന്നെ ഈ ബിയർഡ്, താടി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നു. ഇതൊക്കെ ഒരു പക്ഷേ ഹോർമോൺസ് കുറയുന്നതുകൊണ്ടായിരിക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഫുഡാണ് നിങ്ങൾക്ക് മാറ്റം വരുത്തുന്നത്.
പോകുന്നത്. അതാണ് ഇപ്പം പണ്ടുള്ള ആളുകൾ എടുത്തു നോക്കുക, ഇപ്പം 70-75 വയസ്സുള്ള ആളുകൾക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് അത്ര പ്രശ്നങ്ങളില്ല. അവർക്ക് ഈ പറയുന്ന വലിയ പ്രശ്നങ്ങൾ. കാരണം ഒന്നാമത് അവർ വീട്ടിൽ നിന്നുള്ള ഫുഡ് ആയിരുന്നു, പക്ഷെ വീട്ടിൽ നിന്നുള്ള ഫുഡ് കഴിക്കുമ്പോഴും അവർക്കൊരു കൺട്രോൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് അത്യാവശ്യം എക്സസൈസ് ഉണ്ട്, അവർ അത്യാവശ്യം ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർ ചോറ് ഓവർ കഴിക്കുന്നത് നല്ലതല്ല, പക്ഷെ ചോറ് അവർ കുറച്ച് കഴിക്കുന്നുണ്ടെങ്കിലും അവർക്ക് കുറച്ച് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനെയല്ല. കൂടുതൽ അവരുടെ ഒരു ഹാബിറ്റ്സ് എന്ന് പറയുന്നത് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. ഇതാണ് അവരെ ഈ പ്രശ്നങ്ങളിലോട്ടൊക്കെ ഏർലി ലൈഫിൽ തന്നെ ലീഡ് ചെയ്യിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോഡി ടെമ്പറേച്ചർ കൂടിയ ആളുകൾക്ക് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നില്ലേ. പക്ഷേ ഇതിപ്പോൾ ലൈഫ് സ്റ്റൈൽ അല്ലാതെ തന്നെ ഇപ്പോൾ വർക്കിംഗ് മെത്തേഡ്സും ഇതിനിപ്പോൾ കൂടുതൽ ഇരുന്ന് ഡ്രൈവേഴ്സ്, ഇപ്പം പിന്നെ അതുപോലെ IT ജോബുള്ള ആളുകൾ, ഈ ലോക്കോ പൈലറ്റ് പോലെ, അതായത് അവരൊക്കെ ഒരു ചൂടല്ലെങ്കിൽ പോലും അവർ ഇരുന്നിട്ടും അല്ലാതെ എക്സ്റ്റേണലി ചൂട് ഉണ്ടാവുന്ന സിറ്റുവേഷനിലേക്കാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒന്ന് റെസ്റ്റ് എടുക്കണം. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ബൈക്കിലൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ കുറച്ച് സമയം ഒന്ന് മാറി നിൽക്കണം എന്നുള്ളത്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ചൂട്, അവർക്ക് വേറെ ഓപ്ഷനും ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ജേണി, അതായത് ബസ്സോ ട്രെയിനോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നോക്കണം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ, നന്നായിട്ട് ബോഡി ടെമ്പറേച്ചർ നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണ രീതികൾ മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഇപ്പോൾ ലോക്കോ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ആ ജോലിയിൽ നിന്ന് മാറാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, നമ്മൾ ഭക്ഷണ രീതിയിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പം കൂടുതൽ ബോഡിയിൽ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇപ്പം സ്മോക്കിംഗ് അത് വലിയൊരു പ്രശ്നമാണ്, അത് ഒഴിവാക്കണം. അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളും അതുപോലെ തന്നെ വെജിറ്റബിൾസും വാട്ടർ കണ്ടന്റ് ഉള്ള വെജിറ്റബിൾസൊക്കെ കൂടുതലായിട്ടും കഴിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതായത് ശീഘ്രസ്ഖലനോ അല്ലെങ്കിൽ ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ടൈമിംഗ് കിട്ടാത്ത പ്രശ്നം, സ്റ്റാമിന പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഡോക്ടറെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഫിനിറ്റി ഡ്രൈവിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. ഇപ്പം ഡോക്ടറെ, നമ്മൾ ഇപ്പോൾ ഈ ഇൻഫിനിറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ഇൻഫിനിറ്റി നമുക്ക് ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഇത്, അവർക്ക് ഇതൊരു 0 എന്നുള്ളതിൽ നിന്ന് ഒരു 100 എന്നുള്ള രൂപത്തിലേക്ക് അവരെ പെർഫോമൻസ് മാറുന്നത്? അപ്പോൾ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അമുക്കുരുണ്ട്, ഞെരിഞ്ഞിലുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് നല്ല രീതിയിൽ സ്റ്റാമിന ബൂസ്റ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഹോർമോൺസ് നല്ല രീതിയിൽ കൂട്ടിയെടുക്കുന്നുണ്ട്. കൗണ്ട് കുറവുള്ള ആളുകളിൽ അതിലും ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഈ ഇറക്ഷൻ പ്രോബ്ലംസ് ഒക്കെ മാറി കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഇൻഫിനിറ്റി ഡ്രൈവിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, കാരണം എത്രത്തോളം എഫക്റ്റ് നമ്മളെ ബോഡിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഒരിക്കലും നിങ്ങൾ ഇത് ഉദാഹരണത്തിന് മാത്രമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. നമ്മളെ നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടും നമുക്ക് നല്ല എനർജി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇതന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമുക്കൊക്കെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ പേഴ്സണലി യൂസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഭയങ്കര വർക്കുള്ള സമയത്തൊക്കെയാണ് ഇത് കുടിച്ചാലെന്ന് വെച്ചാൽ ഭയങ്കര എനർജിയാണ് നമുക്ക്. അന്ന് ആ ചെയ്യുന്ന സമയത്തും നമ്മളെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ട് നമുക്ക് ഭയങ്കര ഭംഗിയോടെ നമ്മളെ വർക്കുകളൊക്കെ പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് പറ്റുന്നുണ്ട്. നിങ്ങളൊരു സെക്ഷൽ മെഡിസിൻ മാത്രമായിട്ട് നിങ്ങളത് കാണുന്നില്ല. കാരണം ടോട്ടലി ഇത് ഓവറാണ്, ബോഡി ഓവറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾക്ക് ഈ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മളെ ബോഡി എനർജി കിട്ടാൻ എന്ത് ആവശ്യങ്ങൾക്കും ഇതൊരു ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡോക്ടറെ, നമുക്ക് ഇപ്പോൾ ബെഡ്റൂമിൽ കയറുന്നതിന് മുമ്പാണല്ലോ ഇത് കഴിക്കണം എന്ന് പറഞ്ഞത്. ഇത് എങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ, നമ്മൾ കഴിക്കേണ്ട പാറ്റേൺ എങ്ങനെയാണ് വരുന്നത്? നോർമലി ഇപ്പം ബുദ്ധിമുട്ടായിട്ട് ആളുകൾ വരുന്ന സമയത്ത് നമ്മൾ 2 വീക്സ് ഡോസേജ് പോലെയാണ് കൊടുക്കുന്നത്. ആ ദിവസങ്ങളിൽ നമുക്ക് എല്ലാ ദിവസവും ഇത് കഴിക്കാം. പക്ഷേ ഇപ്പം ചില ആളുകൾക്കുണ്ട്, ഇപ്പം എപ്പോഴും ഉദാഹരണം ഉണ്ടാവാറുണ്ട്, ചിലപ്പം ആ റൂമിൽ കയറുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എനർജി കിട്ടുന്നില്ല, ഭയങ്കര ജോലിയൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. അത്ര ആളുകൾക്കൊക്കെ ആണെങ്കിൽ ആ ദിവസങ്ങളിൽ മാത്രം നമുക്ക് ഹാഫ് ആൻ അവർ മുൻപായിട്ട് എടുക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് ബെഡ്റൂമിൽ കയറുന്നതിന് മുമ്പ് നമ്മളെ പല ഭക്ഷണങ്ങളും നമുക്ക് എനർജി തരുന്നുണ്ട്. അതുപോലെ തന്നെ പല ഭക്ഷണവും നമ്മൾ എനർജി നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇപ്പം ഈ ഉദാഹരണ പ്രശ്നമുള്ള ആളുകൾ മുഴുവനായിട്ട് ഒഴിവാക്കണം എന്ന് പറയുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഉദാഹരണ പ്രശ്നത്തിൻ്റെ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഡയബറ്റീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ആയിക്കോട്ടെ, ഇതൊക്കെ കൂടുന്ന ഫുഡുകൾ നിങ്ങൾ ഒഴിവാക്കി തന്നെ വേണം. കൊഴുപ്പ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കില്ല. കൊഴുപ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവരും കരുതും ഡോക്ടേഴ്സ് നല്ല കൊഴുപ്പ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം നല്ല കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കണം. ഞാൻ പറയുന്നത് ഈ എണ്ണക്കടികളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക. അപ്പം നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു എണ്ണക്കടി കഴിക്കുന്നത് പ്രശ്നമല്ല, നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുക. പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് 5-6 കഴിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പോൾ
ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ റെഡ് മീറ്റ്, ബീഫ്, മട്ടൺ ഒന്നും കൂടുതലായിട്ട് കഴിക്കരുത്. എല്ലാം ഞാൻ പറയുന്നത് ലിമിറ്റായിട്ട് നമുക്ക് എല്ലാം കഴിക്കാം. കൂടിപ്പോയാലാണ് പ്രശ്നം വരുന്നത്. അതുപോലെ തന്നെ ഷുഗർ വലിയൊരു പ്രശ്നക്കാരനാണ്. അപ്പം അത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കാം. പിന്നെ കഴിക്കേണ്ട ഫുഡുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മളെ ബോഡി കീപ്പ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, വെള്ളം നന്നായിട്ട് കുടിക്കുക, നന്നായിട്ട് ഉറങ്ങണം. അപ്പോൾ നമ്മൾ മെഡിസിൻസ് കഴിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിലും നിങ്ങൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങണം. നല്ലൊരു ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എനർജി കൂടും. നമുക്ക് ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എനർജി ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ കിടന്നുറങ്ങാനും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ കയറുന്നതിന് മുമ്പേ കഴിക്കേണ്ട ഭക്ഷണം, നമുക്ക് എനർജിക്കും നമുക്ക് അത്യാവശ്യം നല്ലപോലെ ഒരു ഹെൽപ്പായി കിട്ടുന്ന ഭക്ഷണം എന്തൊക്കെയായിരിക്കും? അപ്പം നമുക്കിപ്പം ഈ ടാബ്ലറ്റ് എടുക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് നമ്മുടെ ബോഡി ഒന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പാലെടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ പാടയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പാലെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്തോട്ട് കുറച്ച് നട്ട്സ് മിക്സ് ചെയ്തിട്ടിടാം. ബദാം, കാഷ്യൂനട്ട്, പിസ്തയൊക്കെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആ പാലിട്ടിട്ട് അതിൻ്റെ കൂടെ ടാബ്ലറ്റ് എടുക്കാം. അപ്പം ഈ പാലും നട്ട്സും കൂടി മിക്സ് ചെയ്യുന്ന അത്യാവശ്യം എനർജി തരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഫ്രൂട്ട്സുകൾ, അത്യാവശ്യം കുറച്ച് മധുരമുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ രാത്രി എടുക്കുന്നത് നമുക്ക് കലോറി കൂട്ടുന്ന സാധനങ്ങളാണ്. പക്ഷെ അത് ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിൽ എടുത്താൽ മതി. നിങ്ങൾ ജ്യൂസ് ആക്കാതിരിക്കുക, പഞ്ചസാര ആഡ് ചെയ്യാതിരിക്കുക, ആ രീതിയിൽ എടുക്കുക. പിന്നെ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് നോർമലി നമ്മൾ കഴിക്കുന്ന എല്ലാം തന്നെ ഹെൽത്തി ആയിട്ടുള്ളത് നമുക്ക് കഴിക്കാം. അങ്ങനെ നമുക്ക് അവിടെ ഒരു ലിമിറ്റൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ രാത്രി കൂടുതൽ ബീഫ് കഴിച്ചാൽ എനർജി കിട്ടും, അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. എല്ലാം നമുക്ക് ലിമിറ്റായിട്ട് കഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഈ ഇൻഫിനിറ്റി ഡ്രൈവിനെ കുറിച്ചും അത് നമ്മൾ എങ്ങനെയാണ് നമ്മളെ സെക്ഷലി നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളതും എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ ഇൻഫിനിറ്റി ഡ്രൈവിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡോക്ടറുടെ കൺസൾട്ടേഷനോടെ നിങ്ങളിത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡോക്ടറുടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.